നമ്മൾ താണ്ടെ വീണ്ടും ആ പാമ്പടംശോല നാഷണൽ പാർക്കിൻ്റെ അടുത്ത് എത്തി. ഇവിടെ വണ്ടി നിർത്താനായിട്ട് വരുന്നില്ല. പക്ഷേ ഇവിടുന്ന് എന്ത് രസമാണ്, പ്രകൃതി ഭംഗിയും ഒരു വേറൊരു വൈബ് തന്നെ ഈ ഏരിയ. മാണിക്കച്ചിറകുള്ള മാറത്തു കൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചുപോയി. അങ്ങനെ നമുക്ക് കുറേ നാളുകൊണ്ട് ഇങ്ങനെ നോക്കൂ ഇവിടെ ആനയെ കാണാൻ വേണ്ടി. അങ്ങനെ ആനയെ കിട്ടിയിട്ടുണ്ട്. ആനയുടെ അടുത്തോട്ട് പോവാണ്, ആനയെ കാണാൻ പോവാണേ. ബാബു ആന 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 നമ്മൾ കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ആനയെ നോക്കിയിട്ട് കിട്ടിയില്ല. ഈ വട്ടം നോക്കിയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കിട്ടിയില്ലായിരുന്നു. തിരിച്ച് നമ്മൾ ഇറങ്ങിയപ്പം കറക്റ്റ് സമയം ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1:30 ആയി. നമുക്കൊരു ആനയുടെ ഒരു ചെറിയൊരു കൂട്ടത്തെ കിട്ടി കേട്ടോ. രണ്ട് വലിയ രണ്ടെണ്ണവും പിന്നെ ഇവര് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരുണ്ട്. നമ്മൾ കണ്ട ഇവിടെ ആനയെ കാണാൻ വന്നപ്പോ കുറച്ച് മച്ചന്മാര്, എവിടെ നിങ്ങള്? പാലക്കാട് നിന്ന് കുറച്ച് മച്ചന്മാര് വന്നിട്ടുണ്ട്. സിയാം വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടേക്ക് വന്നു? മൂന്നാർ വന്നതാണോ അതോ? അല്ല, ഞങ്ങള് മൈസൂര് പോയി, പിന്നെ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് നേരെ മൂന്നാർ വന്നു. ഇവിടെ എല്ലാം സ്ഥലം കണ്ടു. സത്യം പറഞ്ഞ ആകെ മൂന്നാർക്ക് വന്നാണ്. ഇന്നലെ വന്ന് നൈറ്റ് എത്തി. ഇന്നിപ്പോ രാവിലെ കാണാനായിട്ട് ഇറങ്ങി. ഓക്കെ, അന്നേരം പൊളിക്കും. ഞാൻ പുലിയൊക്കെ കാണട്ടെ. നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫുൾ കോട കയറി മൊത്തം വൈറ്റ് ആയിട്ട് ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ്. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പം വട്ടവടയിൽ കണ്ടതിന് സാമാന്യമായിട്ടുള്ള, പക്ഷെ കുറച്ചുകൂടെ ഈ തടിയൊക്കെ തിന്നാണ്. അതേപോലെ ഒരു വഴിയിലേക്ക് കയറി. ആ വഴി കണ്ടിന്യൂ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ കുമളി റോഡിലാണ്. മൂന്നാർ കുമളി റോഡിലാണ് ഈ ശാന്തൻപാറ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതായത് റോഡിൽ തന്നെ ഓഫ് റോഡിൻ്റെ ഇത് കിട്ടുന്ന രീതിയിൽ. ഓ ആണ്ടേ ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് വന്ന റോഡിൻ്റെ ലാൻഡ് സ്ലൈഡിൻ്റെ ബാക്കിയാണ് കണ്ടോ. ഇവിടെയൊക്കെ ഉരുള് പൊട്ടിയിട്ടുള്ളതാണ് കണ്ടോ. അതായത് ഇത്രയും ഉരുള് പൊട്ടിയെല്ലാം ഇറങ്ങി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വെളിയിലേക്കൊക്കെ എന്തൊക്കെയോ കുറേ പരിപാടികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. കറൻലി ഇവിടെ വീതി കൂട്ടി ടാറിങ് ഒക്കെ ചെയ്യാനാണെന്ന് തോന്നുന്നു. എന്തായാലും റോഡിൻ്റെ വർക്കുകൾ നടക്കുവാണ്. നിലവിൽ ഇച്ചിരി ദുർഘടം പിടിച്ച യാത്ര തന്നെയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടിക്കഴിഞ്ഞാലേ നല്ല കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കിട്ടത്തുള്ളൂ. അതാണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ കാണുന്ന ആ ഒരു ഫ്രെയിം കണ്ടോ. അതായത് നല്ല രീതിയിൽ കോട, അതിൻ്റെ കൂടെ നല്ല രീതിയിൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. പക്ഷേ ഈ മഴയുടെ വെള്ളം വീണാൽ നമ്മുടെ ദേഹമൊന്നും വേദനിക്കത്തില്ല. അത്രയ്ക്ക് നൈസായിട്ടുള്ള വെള്ളത്തുള്ളികളാണ് അല്ലേ? വേദനിക്കുന്നുണ്ടോ? വേദനിക്കല്ല, ഒരു കുളിർമ. ആ അത് തന്നെ. അതുകൊണ്ട് ഇവിടെ കാണുന്ന ആ ഒരു വ്യൂ കണ്ടോ, എന്തോ രസമെന്ന് പറഞ്ഞാൽ. ക്രിസ്പി ആയിട്ടുള്ള വ്യൂ, ജ്യൂസി. ഓ നല്ല ടേസ്റ്റി, വായിന്ന് വെള്ളം വരുന്നു. ഈ തണുപ്പത്ത് ഒരു ചൂട് ചായയും ചൂട് പരിപാടിയും കിട്ടി കഴിഞ്ഞാൽ കടിച്ചിട്ട് ഈ ചായ അങ്ങനെ ഊതി കുടിച്ചാൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ആ ഫീലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
ബോണ്ട ആവോ, നല്ല ബോണ്ടയാണ് കഴിക്കാം. മൊത്തം തേയിലത്തോട്ടമാണ്. ഇതേണ്ട സൈഡിൽ നിൽക്കുന്നതൊക്കെ പാറ കണ്ടോ, എന്നാ വലിപ്പം നോക്കി. നമ്മൾ കഴിഞ്ഞ ദിവസം കയറിയതൊക്കെ ഇതേപോലുള്ള പാറയുടെ സൈഡിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വട്ടവട കയറിയത്. കണ്ടോ പാറയുടെ പാറ മല സൈഡിലൊക്കെ വീതി കുറവാണ് കേട്ടോ. ഭയങ്കര കൂറ്റൻ പാറകൾ. ഇതെന്ത്, ഇത് വേസ്റ്റ് അല്ല കേട്ടോ, ഇവരുടെ എന്തോ പണിയുടെ വേസ്റ്റ്, അത് അവർ കൊണ്ടുപോയിക്കോളും എന്നെ വിശ്വസിക്കാം. നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈസൺ വാലിയുടെയൊക്കെ ഒരു അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ്. എന്തേ നീലക്കുറിഞ്ഞ് കാണുമോ ആവോ. ഇതാണ് കണ്ടോ, ഇവിടെയൊക്കെ പല പണികൾ നടക്കുവാണ്. നിങ്ങൾ പാറയുടെയൊക്കെ ഹൈറ്റ് കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡിന് ഇപ്പുറത്തെ ഭാഗം വെസ്റ്റേൺ ഗാട്ട്സിനകത്ത് വരുന്നത്, അതായത് മലം പ്രദേശമാണ്. ലാൻഡ് സ്ലൈഡിൻ്റെയൊക്കെ കോശം കൊടുത്തിട്ടുണ്ട് കണ്ടോ. പാറയൊക്കെ നിൽക്കുന്നുണ്ടോ, ഭയങ്കര ഭീകരത ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പാറയൊക്കെ നിൽക്കുന്നത്. പിന്നെ പാറയല്ലാതെ നമുക്ക് ആ ഒരു വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ആ ഒരു ഭാഗത്തിലൂടെയാണ്, അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്നുമാണ് നമുക്ക് എത്തേണ്ടത്. എവിടെ ഞാൻ എടുക്കും. കണ്ടോ പാറയൊക്കെ, എനിക്ക് തോന്നുന്നു അതെന്താണെന്നറിയോ, ഇവിടെ ഇറങ്ങി ഫോട്ടോഗ്രാഫി എടുക്കലാണ്, ഞാൻ വീഡിയോഗ്രാഫി എടുക്കുന്നത്. ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കലെന്ന് പറഞ്ഞ കാര്യം, എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാറ വല്ലതും വീണാലോ, അതുകൊണ്ടായിരിക്കും. വീഡിയോ ഞാൻ വണ്ടിയിലല്ലേ, ഇല്ല വീഡിയോ എടുക്കുമ്പോ പാറ അറിയാം. ഇവിടെ ഫോട്ടോഗ്രാഫി മാത്രമേ പ്രൊഹിബിറ്റഡ് ആയുള്ളൂ. ഇറങ്ങി ഫോട്ടോ പാറ, ഒരാളവിടെ ഫോട്ടോ നിൽക്കുന്നുണ്ട്, പാറ മേടിക്കോ. അങ്ങനെ സത്യം പറഞ്ഞ എന്നെ വലിയ പാറയാ അല്ലേ, സത്യം പറഞ്ഞ നോക്കി ഭയങ്കര വലിയ പാറ. എന്നെ മോനെ വലിയ പാറ, സത്യം ഭയങ്കര. ഇതിന്റെ എന്റെ എവിടാന്ന് പോലും അറിയത്തില്ല, അതേപോലത്തെ വലിയ പാറ. പറയണ്ട്. ഇതാണ്ട് ഇപ്പൊ നമുക്ക് കണ്ട ഒരുപാട് പഴക്കമുള്ള ഒരു ട്രാക്ടർ ഇപ്പൊ പോകുന്നതാണ്. അവര് കൈവിട്ട് കഴിഞ്ഞാൽ വീടും തറയിൽ. കൗതുക ലേശം കൂടുതൽ. അതിപ്പോ സൈഡിലേക്ക് ഇറക്കുന്നതാണ്. ഈ ഒരു രംഗവും നമുക്ക് മൂന്നാറിൽ നിന്ന് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു സാധനം കിട്ടി. പൊളി. ഇവിടെ അന്നേരം പണി നടന്നുകൊണ്ടിരിക്കുക, റോഡിന്റെ വീതി കൂട്ടുന്ന പണിയൊക്കെ. പാറ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇത് പഴയ റോഡല്ലേ, ഇത്ര ഉള്ളായിരുന്നു റോഡ്. കുറച്ചുകൂടെ ഉണ്ടായിരുന്ന മണ്ണും അവിടെയെല്ലാം മാറ്റി റോഡിന്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ചെളിയാ. മധുര കൊച്ചി ഹൈവേ, നാഷണൽ ഹൈവേ ആണ്. ഇതുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ ഇത് ഇച്ചിരിയോ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഒറ്റ വണ്ടി പോകാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ വീതി കൂട്ടുന്ന പരിപാടികളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഇത്രയും ദുർഘടം. ഇതാണ്ട് കണ്ടോ, നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കോടമഞ്ഞ് നമ്മളെ തഴുകിയാണ് നമ്മൾ പോകുന്നത്. അതായത് കോടമഞ്ഞിനിടയിലൂടെ ഊർന്നിറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ എത്തിയേ വാട്ടർഫോൾസ്. പോളി വാട്ടർഫോൾസ്. ഇത് കിടിലൻ വാട്ടർഫോൾസ് ആണ്. ഇതിന്റെ പേരെന്തോ? പേരെന്താന്ന് അറിയത്തില്ല, എന്നാലും പോളി വാട്ടർഫോൾസ്. ഇതിന്റെ പേരെന്തോ? എന്താ? സൂപ്പർ വാട്ടർഫോൾസ് എന്ന് പറയുന്നുണ്ട്. മേളിൽ ഇത് തട്ടായിട്ട് വീണിട്ടുള്ള കിടിലൊരു വാട്ടർഫോൾസ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു വാട്ടർഫോൾസ് ആണ്.
അവിടെ ഒരു ടെൻ്റ് അടിക്കണം അല്ലേ? അവിടെ ഒരു ടെൻ്റ് അടിക്കണം. ഇതിൻ്റെ ലൊക്കേഷനൊന്നും അറിയത്തില്ല. നമ്മുടെ ഈ വഴി വരുന്ന വഴിയിൽ ചാച്ചാറ്റി സെയിൽസ് ഔട്ട്ലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പറയുന്നത്, വരുന്ന വഴി കാണാം, വരുന്ന വഴിയിൽ ഇതിനെ കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. കണ്ടോ ഇവിടുത്തെ ഒരു മാരക ലുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലുക്ക്. അവിടെ കോട ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ? അതേണ്ടേ ഇവിടെ നിന്നാണ് വെള്ളം നാട് ഒഴുകി പോകുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇവിടെ ഡേഞ്ചർ നേരിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന കൊള്ളാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയി ഇതേപോലെ ഇരിക്കും. ഏതേപോലെ ഇപ്പോൾ വരുമോ? നല്ല നൈസ് വൈബ് അല്ലേ? എടാ നമ്മൾ വന്ന ജീപ്പ് കിടക്കുന്നുണ്ടോ? ജീപ്പ് കിടക്കുന്നു. അവിടെ കിടിലനൊരു വാട്ടർഫോൾസ്. അതുകൊണ്ട് ഇവിടെ കൊക്കേലോ കണ്ട് പണി കിട്ടിയ ഒരു വണ്ടിയാണ് കണ്ടോ. അതുകൊണ്ട് പോകുന്നവർ സൂക്ഷിച്ച് പോവുക, ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് പോകണം. എന്തോ ഒരു അപകടം വന്നതാണ്, മറിഞ്ഞ വണ്ടിയാണത്, എങ്ങോട്ടേക്കോ മറിഞ്ഞ വണ്ടിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ പോകണം ഇവിടെ യാത്ര ചെയ്യുമ്പം. എത്ര എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളൊരു സേഫ്റ്റി വെച്ചോണ്ട് വിടണം കേട്ടോ. പൊളിയല്ലേ? സെറ്റ് സ്ഥലം. അതുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ഇറങ്ങി വാ, ഇവിടെയൊക്കെ വന്നോ കേട്ടോ. അതുകൊണ്ട് കോവിഡൊക്കെ നോക്കിയിട്ടേ വരാവുള്ളൂ. നമ്മൾ അവസാനം നമ്മൾ അതിൻ്റെ പേര് കണ്ടുപിടിച്ചു. അതിൻ്റെ പേരെന്താണ്? പെരിയ കനാൽ വാട്ടർഫോൾസ് എന്നാണ്. ഇനിയും മുന്നോട്ട് പോകുന്നു. ഇവിടെ എല്ലാം പണി കഴിഞ്ഞാൽ തോന്നുന്നു. നല്ല വൃത്തി കേട്ടോ, ഭയങ്കരമായിട്ട് ക്ലീനായിട്ട് കിടക്കുന്നു. അതേപോലെ ഇപ്പോൾ കിടക്കുന്ന ക്ലീൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ നിലനിർത്തുക. ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് വേണേലും കൊണ്ടുവന്നോ, പ്ലാസ്റ്റിക്കോ എന്ത് വേണേലും കൊണ്ടുവന്നോ. പക്ഷെ കൊണ്ടുവരുന്നത് പോലെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലിട്ടാൽ മതി, ഇങ്ങോട്ടിട്ടല്ലേ കേട്ടോ. ഗൈസ് കണ്ണൊന്നും കാണുന്നില്ല. നമുക്ക് ക്യാമറയിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്, നേരിട്ട് അത്രയും ക്ലിയർ അല്ല. നേരെ പോയിക്കോളൂ. എന്തോ ഒരു ഇത് എന്താണെന്ന് ഓർത്ത് ശരിക്കും പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യണം. ഈ ക്യാമറയിൽ കാണുന്നത് മാത്രമല്ല, നമ്മുടെ ദേഹത്തൂടെ ഇങ്ങനെ ആ തണുപ്പ് ഇങ്ങനെ ഊർന്നിറങ്ങുമ്പോൾ ഒരു എന്താ ഇങ്ങനെ രോമാഞ്ചം എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനമായത്. ഇതൊന്നും കാണാനേ ഇല്ല, ഫുൾ ആകാശം മാത്രം. ഇത് റോഡ് കാണാൻ അറിയാമോ? നിൽക്കി ഇതിനകത്ത്. അതെ ഇതിനകത്ത് നമുക്ക് നോക്കാം. അവിടെ വളവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുൾ കോട. ഇത് അനുഭവിക്കണം കണ്ടോ. ഭയങ്കരമായിട്ട് കീനായിട്ട് ഇരുന്നാൽ മാത്രമേ, ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ വണ്ടി ഓടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പം നമ്മുടെ കാര്യങ്ങളിൽ, അതായത് എൻജോയ്മെൻറ്റിനകത്ത് ഡ്രൈവറും ഒരുപാട് മുഴക്കി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല, മനസ്സിലായോ? ഭയങ്കര ഫുൾ കോട. നമ്മളിപ്പോൾ കോടയ്ക്ക് അകത്തായിപ്പോയി. അതുകൊണ്ട് അവിടെയൊക്കെ കാറും ഒക്കെ ഉണ്ട് ഓരോരുത്തർ, പക്ഷേ എല്ലാം കോടയാണ്. ഒരുപാട് ഹെയർ പിന്നുകൾ ഇറങ്ങിയാ നമ്മൾ ഓ കാറ്റ് വീശുന്നു. കാറ്റ് ഇങ്ങനെ ഫുള്ള് നമ്മുടെ മുഖത്തേക്ക്. ഞാൻ പോകിയപ്പോൾ എൻ്റെ മുഖത്തേക്ക് കാറ്റ് വീശുന്നുണ്ടല്ലോ, എനിക്കിത് പറഞ്ഞു തരാൻ അറിയത്തില്ല എങ്ങനെയാണെന്ന്. അത്രയ്ക്ക് ഫീലാണെന്ന് ഉറപ്പ്, സത്യം. റോഡ് ഏതാ വഴി ഏതാന്ന് അറിയാതെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോ കോടയില മൊത്തം നാട്, എല്ലാരും കോടയ്ക്കകത്ത ഇരിക്കുന്നത്. എങ്ങനുണ്ട്? പറയാനുണ്ടോ? നല്ല റോഡിൽ ഇനിയും നമുക്ക് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം കിടപ്പുണ്ട്.
കേട്ടോ.